നമുക്ക് ഇന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നോക്കാം. ഓക്കെ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അതായത് നമ്മൾ ഈ ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിലൊക്കെ നോക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് ഇത്തിരിയും കൂടി ഈസിയാണ്. ഓക്കെ. സംഭവം നമുക്ക് ഇതൊന്ന് പഠിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫോറക്സ് മാർക്കറ്റിലൊക്കെ അടിപൊളിയായിട്ട് നല്ല ആക്യുറസി ഉള്ള ഒരു സെറ്റപ്പ് ആണ് ഈ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ അത് എങ്ങനെയാണ് വാലിഡ് ആയിട്ട് നോക്കേണ്ടത് എന്നുള്ളതാണ് പലർക്കും അറിയാത്തത്. ജസ്റ്റ് ഒരു റീല് കണ്ടുകൊണ്ട് നമ്മൾ അതേ മോഡൽ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SL അടിക്കും. ഓക്കെ. അപ്പൊ അത് എടുക്കേണ്ടത് ഏത് ടൈം ഫ്രെയിമിൽ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ രീതി ഉണ്ട്. ഞാനിപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ ഒരു ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ താഴേക്കുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാന്ന് നോക്കാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാർക്കറ്റ് ഓപ്പണിംഗ് മുതൽ ഇങ്ങനെ ഒരു ഹയർ ലോ ഹയർ ലോ ഉണ്ടാക്കിയിട്ട് നല്ല മൂവ്മെന്റിലൊക്കെ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക. ഓക്കെ. അതായത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ നടത്തിയതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ലോനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക അല്ലെ. ഓക്കെ. അതുവരെ എന്താണ്? ബ്രേക്കോ സ്ട്രക്ചർ അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടക്കുന്നതോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടാവണത്. ഓക്കെ. അതാദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. എപ്പോഴാണോ ആ ഒരു ക്യാരക്ടർ ആ ഒരു ട്രെൻഡിന് ഒരു മാറ്റം വരുന്നത് അതിലാണ് ബ്രേക്കർ ബ്ലോക്ക് ജനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ലോ അങ്ങനെ കട്ട് ചെയ്ത് വരാമെന്ന് വിചാരിക്കും. ഓക്കെ. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഇവിടെ നോക്കിക്കോ. അതായത് ഇപ്പോൾ നേരെ അപ് ട്രെൻഡിലേക്ക് വന്നൊരു മാർക്കറ്റ് ലാസ്റ്റ് ലോനെ കട്ട് ചെയ്തപ്പോൾ എന്തായി? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഓക്കെ. SMC അറിയില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഏതോ ഒരു വീഡിയോയിലൊക്കെയാണ്. ഓക്കെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടാലും മതി കേട്ടോ. ബ്രേക്കോ സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഒക്കെ അറിഞ്ഞിരുന്നാലാണ് ഇത് കുറച്ചും കൂടി ആക്യുറസി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് എവിടെ നിന്നാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, അതായത് എപ്പോഴാണോ മാർക്കറ്റിന് ഒരു മാറ്റം വരുന്നത്, എപ്പോഴാണോ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവുന്നത്, അത് വാലിഡ് ആയിട്ടുള്ള റിവേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് ലോ ഉണ്ടല്ലോ, അതായത് ഏറ്റവും ഹൈയിൽ പോയിട്ട് ലാസ്റ്റ് ലോ ആ സിംഗ് ലോ എപ്പോഴാണോ കട്ട് ചെയ്യണത്, വിക്ക് കട്ട് ചെയ്താൽ പോരാ, ബോഡി കട്ടിങ് വേണം കേട്ടോ. ഓക്കെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് വാലിഡ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഈ ബോഡി കട്ടിങ്ങോട് കൂടി താഴേക്ക് വരുന്ന മാർക്കറ്റ് ഒരിക്കലും അതിന് മുമ്പ് ഉണ്ടായ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇതിന്റെ ലോ കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. അതായത് ഇതിന്റെ ലോ എടുക്കാതെ വേണം മാർക്കറ്റ് ബ്രേക്കർ ബ്ലോക്കിലേക്ക് വരാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് ലോയിൽ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ. ഇവിടെ വരുന്ന സാധാരണ ക്യാൻഡിലുകൾ എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഇങ്ങനെയുള്ള ക്യാൻഡിലായിരിക്കും ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിൽ. ഓക്കെ. അത് റെഡ് ക്യാൻഡിൽ ആവാം, മേ ബി ഗ്രീൻ ക്യാൻഡിൽ ആവാം. ഓക്കെ. ഏറ്റവും നല്ല വാലിഡ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഒരു ഇൻഡിസിഷനിൽ നിൽക്കുന്ന ഒരു ക്യാൻഡിൽ മോഡലാണ് ശരിക്കും എന്താണ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ടൊക്കെ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതേ മോഡൽ ക്യാൻഡിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു ക്യാൻഡിൽ കിട്ടുമ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് മൊത്തം ഇങ്ങനെ നീട്ടി വരയ്ക്കും. ഓക്കെ. ഈ വരയ്ക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വരച്ച ജസ്റ്റ് ഈ പാത്തിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ വരയ്ക്കുന്നത് ഈ ഏരിയയിലൊക്കെ ആയിരിക്കും ഈ ഒരു ക്യാൻഡിൽ വരേണ്ടത്. ഓക്കെ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതാണ് ചാർട്ട് എങ്കിൽ, ഇതുപോലെയാണ് സെനാരിയോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നീട്ടി ഇങ്ങനെ വരയ്ക്കുക. ആ ക്യാൻഡിൽ മൊത്തം കൂട്ടിയിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ബ്രേക്കർ ബ്ലോക്കിനെ കുറിച്ചിട്ട്. ഓക്കെ. എനിക്ക് സ്റ്റുഡൻസിനാണോ അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. ഓക്കെ. ഈ ബ്രേക്കർ ബ്ലോക്ക് വരുമ്പോൾ എപ്പോഴും നല്ലൊരു ഇംബാലൻസിനെ കറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് വരണമെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ. ഇത് ചാർട്ടിൽ ഇംബാലൻസിനെ കട്ട് ചെയ്യില്ല. അതായത് ഇവിടെയുള്ള ഇംബാലൻസിനെ ശരിക്കും ചാർട്ടിൽ കട്ട് ചെയ്യില്ല. നമ്മളിത് വരയ്ക്കുമ്പോഴാണ് ഇത് കട്ടിങ് നടക്കുന്നത്. ഓക്കെ. ഡൗട്ട് ഉണ്ടായിരിക്കും, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.
ഇത് വരച്ചില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് അല്ല ബ്രേക്കർ ബ്ലോക്ക് വരച്ചില്ലെങ്കിൽ ഇവിടെ എന്താണ് കാണാം? ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതുപോലെ ചിലപ്പോൾ 1-2 ക്യാൻഡിൽ ഉണ്ടാവും. എങ്കിലും ഇവിടെ താഴെയും ക്യാൻഡിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ താഴേക്ക് വരുന്നത്. ചെറിയ ടൈം ഫ്രെയിം ഇടുമ്പോഴാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവില്ലേ? അതായത് ഈ ബ്രേക്കർ ബ്ലോക്കിന് നേരെ നല്ലൊരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇംബാലൻസ് പെൻഡിങ് ആണല്ലോ ഓൾറെഡി. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ ഒരു ട്രെൻഡ് പോലെ മൂവ് ചെയ്തിട്ട് ഈ ഇംബാലൻസ് കളക്ട് ചെയ്താൽ നേരെ താഴേക്ക് വരും. അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, പക്ഷെ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് എടുക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ട് ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ ഉള്ള ഇംബാലൻസിന്റെ ഉള്ളിൽ കൂടെ കവർ ആവണം. പക്കായിട്ട് കവർ ആവുകയാണെങ്കിൽ അത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ചെറിയ ട്രെൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു ഇംബാലൻസ് കളക്ട് ചെയ്തിട്ട് എന്ത് കാണിക്കണം? സെല്ലേഴ്സ് ഫെയിൽ ആവുന്നതും കൂടി കാണിക്കണം. അല്ലാതെ ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്കിംഗ് കിട്ടിയിട്ട് നമ്മൾ അപ്പം എൻട്രി താഴേക്ക് എടുക്കാൻ പാടില്ല. സെല്ലേഴ്സ് ഫെയിൽ ആവുന്നത് ഈ ഒരു പൊസിഷനിൽ കാണിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാൻ പറ്റും. അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിംഗ് കൂടി കാണുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഞാനൊരു ബ്രേക്കർ ബ്ലോക്ക് വരയ്ക്കാണ്. ഓർഡർ ബ്ലോക്ക് തെറ്റി പറയണം കേട്ടോ. ഓക്കെ, ഒരു ബ്രേക്കർ ബ്ലോക്ക് വരയ്ക്കാണ്. പിന്നീട് മാർക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഒറ്റയടിക്ക് വന്ന് ഇത് ടാപ്പ് ചെയ്യരുത്. ഓക്കെ, 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റിന് മുകളിലേക്ക് പോണ പോലെ കാണിച്ചിട്ട് നേരെ സെല്ലേഴ്സ് വന്ന് ഫെയിലായി എന്നിട്ട് അതിന്റെ ഹൈ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു എൻഗൾഫിങ് ക്യാൻഡിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻട്രി എടുത്തോളൂ. ഓക്കെ, എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും എല്ലാവരുടെ മൈൻഡിലും ഇങ്ങനെയായിരിക്കും, ടാർജറ്റ് ഇവിടെയാണ് വെക്കേണ്ടത്. അല്ല, ടാർജറ്റ് വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയല്ല ടാർജറ്റ് വെക്കേണ്ടത്. ടാർജറ്റ് എപ്പോഴും നമ്മൾ വെക്കുക, ആ ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ 100% അടിക്കും. 100% പറയുന്നില്ല, ഒരു 90% അടിക്കും. ഓക്കെ, ഈ ഏരിയയിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് നടന്നത്, ഇമ്പൾസീവ് അല്ല കറക്റ്റീവ് മൂവ് നടന്നത് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് ലോ ഉണ്ടാക്കിയത് വരെ നമ്മൾ ഒന്ന് വരച്ചിടാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണെന്ന് വിചാരിക്കാം 134. ഇതേ അളവായിരിക്കണം ഈ ബ്രേക്കർ ബ്ലോക്കിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 134 ആണെങ്കിൽ ഇങ്ങനെ ഒരു അളവ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചിടാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടാർജറ്റ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എൻഗൾഫിങ് കഴിഞ്ഞിട്ട് ആ ക്യാൻഡലിന്റെ ഹൈയിൽ തൊട്ട് പൊന്തിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? SL കീപ്പ് ചെയ്യാം. ഓക്കെ, തൊട്ട് മുകളിലായിട്ട് SL കീപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ആ എൻഗൾഫിങ് ക്യാൻഡലിന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 90% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ട്രേഡർ ആയി മാറാൻ പറ്റും. പക്ഷെ എപ്പോഴും മാർക്കറ്റിൽ ഒരു സെറ്റപ്പ് തന്നെ പഠിച്ചിരുന്നാൽ പോരാ. മാർക്കറ്റിൽ പല ചേഞ്ചസുകൾ വരും. അപ്പോൾ ഇവിടെ ഫെയിൽ ആവാനുള്ള കുറെ കാര്യങ്ങൾ വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെയാണ് പഠിക്കുക. അല്ലാണ്ട് ഇപ്പോ എന്റെ വീഡിയോ എന്നല്ല, ആരെ വീഡിയോ കണ്ടാലും കണ്ടത് കൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്നത് 15 മിനിറ്റിലും 5 മിനിറ്റിലും ഒന്നല്ല കേട്ടോ. ഇത് എപ്പോഴും നടക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയണത്. ഞാൻ എപ്പോഴും ഇത് നടക്കണ കണ്ടിട്ടുള്ളത് 1 മിനിറ്റിലാണ്. ഓക്കെ, എത്ര മിനിറ്റിലാണ്? 1 മിനിറ്റിലാണ് നടക്കണ കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു സെനാരിയോ നടക്കുന്നത് കണ്ടിട്ടുള്ളത് 1 മിനിറ്റിലാണ്. ജസ്റ്റ് വരച്ചെന്നുള്ളൂ. 1 മിനിറ്റിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്കിത് ചാർട്ടിൽ പോയിട്ട് നോക്കി നോക്കാം, ഇതെന്തോരം വാലിഡ് ആവുന്നുണ്ട് എന്നുള്ളത്. ചാർട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ റാൻഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മൂവ്മെന്റ് കണ്ടപ്പോൾ എടുത്തിട്ടുള്ളതാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇനി ടൈം ഫ്രെയിം ഒന്ന് കുറച്ചിടാം. ഓക്കെ, 1 മിനിറ്റിലേക്ക് ഇടാണ് ഞാൻ കേട്ടോ. ഇപ്പൊ കാണുമ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹയർ ലോ ഉണ്ടാക്കിയിട്ട് പോകണമെന്നുള്ളത് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള സിങ് ഹൈ സിങ് ലോ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാണ് ഞാൻ. ഓക്കെ, ഇവിടെ ഒരു ലോ ഉണ്ടാക്കിയില്ലേ, പിന്നീട് ആ ഹൈനെ ബ്രേക്ക് ചെയ്തു അല്ലേ. ഇപ്പൊ ബ്രേക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്കാണ് പോണത്. ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോ ഉണ്ടാക്കി
ഹൈ നന്നായിട്ട് ഉണ്ടാക്കിയില്ലേ, ഇവിടെ ലാസ്റ്റ് ഹൈ ഉണ്ടാക്കി, ലാസ്റ്റ് ലോ ഉണ്ടാക്കി, വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി, വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഡിസിഷൻ ക്യാൻഡിൽ വേണം എന്നുള്ളത്. ഓക്കെ, അത് വരികയാണെങ്കിൽ ആക്യുറസി കൂടും എന്നാണ് പറയുന്നത്. ചില ടൈമിൽ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒന്നും വരില്ല. ഓക്കെ, പക്ഷെ എല്ലാ ക്യാൻഡിലിനെയും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മദർ ക്യാൻഡിൽ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ ഇൻസൈഡ് ക്യാൻഡിലുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മെയിൻ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ കാണിച്ചു തരാം, കാണണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇങ്ങനെ വന്നിട്ട് ഈ ഹൈ വന്നിട്ട് ലാസ്റ്റ് ഈ ലോ എടുക്കുകയാണെങ്കിലാണ് എന്തുണ്ടാവും മക്കളെ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുക. അപ്പൊ ഈ ലോനെ കട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ എന്തായിരിക്കണം, ഇവിടെ നല്ല ഇംബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ചില കണ്ടീഷനിൽ അങ്ങനെ വരാറുമുണ്ട്. ഓക്കെ, നല്ല ഇംബാലൻസിൽ കൂടെ ഇതായിരിക്കണം. ഇവിടെ ഇംബാലൻസ് ഇല്ല എങ്കിൽ ഇവിടെ ഇതിന്റെ ലോ എടുക്കാൻ പാടില്ല. ഓക്കെ, കാരണം വെച്ചാൽ ഇതിന്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ ഷിഫ്റ്റ് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതിന്റെ ഹൈന് എടുത്തിട്ടില്ല മാർക്കറ്റ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് മാർക്കറ്റ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോഴുള്ള ലാസ്റ്റ് ലോ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരികയാണ് മാർക്കറ്റ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താണ്, ഈ ലോനെ മാർക്കറ്റ് എടുത്തിട്ടില്ല അല്ലെ. ഈ ലോന് ഇതാണ് ലാസ്റ്റ്, പിന്നീടുള്ള ലാസ്റ്റ് ലോ അല്ലെ. ഇതിന് മാർക്കറ്റ് എടുക്കാണ്ടാണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്കൊരു നല്ലൊരു ബ്രേക്കർ ബ്ലോക്ക് ആക്കി വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിൽ ഏതാണ്, ഇതാണ് കേട്ടോ. ഒരു ബ്രേക്കർ ബ്ലോക്ക് ആക്കി വരയ്ക്കാൻ പറ്റിയ ഒരു ക്യാൻഡിൽ. ഓക്കെ, കുഞ്ഞൂടെ എന്താ എനിക്കറിയില്ല എന്താ നടക്കാന്നുള്ളത്, നോക്കി നോക്കാം. ഓക്കെ, ഞാനിന്ന് ടൈം ഫ്രെയിം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടൈം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാൻഡിലായിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആക്കി വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നോക്കി നോക്കാം. ഇത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, 1 മിനിറ്റിലാണ് ഞാൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതിപ്പോ 3 മിനിറ്റിലും 5 മിനിറ്റിലും ഒക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റും. ഇപ്പോ നമ്മുടെ ഫോറക്സിലും ക്രിപ്റ്റോയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിലൊക്കെ അടിപൊളിയായിട്ട് വാലിഡ് ആവാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 3 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. 1 മിനിറ്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം ഫ്രെയിം പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു മദർ ക്യാൻഡിൽ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ മദർ ക്യാൻഡിൽ എന്തായിട്ട് എടുക്കാൻ പറ്റും, ബ്രേക്കർ ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ വെറുതെ പറയണമെന്നല്ലേ. ഇനി മാർക്കറ്റ് എവിടെ നിന്നാണ് നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്, മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ് കേട്ടോ. കാരണം വെച്ചാൽ എന്താണ്, നല്ല സ്ട്രോങ് ക്യാൻഡിൽ അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ കറക്റ്റ് എടുക്കാൻ പറ്റും, മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ തൊട്ട് ഈ ലാസ്റ്റ് ലോ വരെ ഇപ്പൊ 83 കാണുന്നത് അല്ലേ. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എന്താ ഇതിന്റെ 50% നമ്മൾ എടുക്കേണ്ടത്. 83. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുത്തൂടെ ഇവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ പറഞ്ഞെന്താണ്, സെല്ലേഴ്സ് ഫെയിൽ ആവണം എന്നുള്ളത്. ഇവിടെ സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടില്ല മക്കളെ, കണ്ടോ. ഇവിടെ വന്നിട്ട് സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടുണ്ട് അല്ലേ. എത്ര പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്, ഇവിടെ ഫെയിൽ ആയിട്ടില്ലേ അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ലിക്വിഡിറ്റി ഒക്കെ ഗ്രാബ് ചെയ്തിട്ടുണ്ട് അല്ലേ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, 50%ലേക്ക് വന്നാലും ട്രേഡ് എടുത്തിട്ട് ടാർജറ്റ് എവിടെ വയ്ക്കാം,
ഇവിടെ പിന്നെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഒരു സെറ്റപ്പ് പഠിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് വെച്ചിട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല, ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം വെച്ചാൽ അത് പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് അത് വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വിക്കിന്റെ അടിയിലായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ലിക്വിഡിറ്റി ഇരിക്കുക. ഓക്കെ, അപ്പൊ ആ വിക്ക് എടുക്കാൻ 90% നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് വരാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇംബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഇംബാലൻസിനും പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ മാർക്കറ്റ് എന്താന്ന് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ശരിക്കും നമ്മളെ ടാർഗറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം നോക്കിയാൽ നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ. ഞാൻ ഈ മെഷർമെന്റ് കളയാണ്. ഓക്കെ, പക്ക ടാർഗറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഹിറ്റ് ആയിട്ടുണ്ട് അല്ലേ, ഇല്ലേ, അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രേക്കർ ബ്ലോക്കിന്റെ ഗുണം. ഓക്കെ, നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അപ് ട്രെൻഡിലേക്കുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണ് കാണാം മക്കളെ? മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ വരുന്നു അല്ലേ, ഒരു ലോവർ ലോ ഉണ്ടാക്കി ഒരു ഹയർ ലോ ഉണ്ടാക്കി ഇങ്ങനെ വന്നിട്ട് എപ്പോഴാണോ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ലോനെ വന്നിട്ട് കട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഈ ലോനെ കട്ട് ചെയ്യുന്നത്, അപ്പൊ എന്തുണ്ടായി? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഈ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിൽ പോയിട്ടായിരിക്കും ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ ഉള്ള ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവാ. അപ്പൊ ഈ തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താണ്? ഈ ബ്രേക്കർ ബ്ലോക്കിൽ ഇവിടെ ഇങ്ങനെ ബ്രേക്കർ ബ്ലോക്ക് വരയ്ക്കണമെങ്കിൽ തന്നെ ഇതിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കണം. ആ ഇംബാലൻസ് ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും വാലിഡിറ്റി കൂടുതലുണ്ടാവും, അതായത് വാലിഡ് ആവുള്ളൂ. വാലിഡിറ്റി അല്ല, വാലിഡ് ആവുള്ളൂ ശരിക്കും കേട്ടോ. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. അത് ഞാൻ നേരത്തേലും പറഞ്ഞിട്ടുണ്ട്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് പോയാലും ഒരു ഇംബാലൻസിനെ കളക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇംബാലൻസിനെ ശരിക്കും കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. നോക്കി നോക്കളെ, ഇവിടെ ഒരു ഇംബാലൻസ് ഇല്ലേ, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു ഇംബാലൻസ് അല്ലെ. ഈ ക്യാൻഡിലിനെ അപേക്ഷിച്ചിട്ട് അല്ലെ, അല്ലെങ്കിൽ ഈ ക്യാൻഡിലും എടുത്താൽ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. കറക്റ്റ് അത് വന്ന് ടാപ്പ് ചെയ്തിട്ട് സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടില്ലേ. ഓക്കെ, അപ്പൊ അപ് ട്രെൻഡിലേക്കുള്ള ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണ് കാണാൻ? താഴേക്ക് നല്ലൊരു മൂവ്മെന്റ് നടത്തി, പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് തന്നെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് സോറി, ഈ ഒരു ലോ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലാണ് ക്യാരക്ടർ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, ആ ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി എടുത്തിട്ട് പോണത്, അല്ലാണ്ട് ലിക്വിഡിറ്റി എടുക്കാണ്ട് ഇതിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഇത് ബ്രേക്കർ ബ്ലോക്ക് അല്ല, ഫൗളാണ്. ഫൗളല്ല, ഫെയിലാണ് കേട്ടോ. ഓക്കെ, ഇതിവിടെ പെൻഡിങ് നിർത്തിയിട്ട് ഇതും പെൻഡിങ് നിർത്തിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു തരി മൂവ്മെന്റ് കാണിച്ചിട്ട് ഇവിടെ വല്ല ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ വന്നതിൽ വല്ല ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? അതായത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നേരെ മാർക്കറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ വേറൊരു സെനാരിയാണ് നടന്നിട്ടുള്ളത്. എന്താണ്? ഇവിടെ ഒരു ട്രെൻഡ് ഫോം ആയിട്ടുണ്ടാവും. ഓക്കെ, ഒരു ട്രെൻഡ് ഫോം ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലാവുണ്ടെന്ന് വെക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി 2-3 സെനാരിയും കൂടി നോക്കാം എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളത്. കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അപ്പൊ മുമ്പത്തെ മാർക്കറ്റിൽ പോയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോഴും ലിക്വിഡിറ്റി എടുത്ത് വരണം, അപ്പോഴാണ് വാലിഡ് ആവുള്ളൂ. അതും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഒക്കെ ലിക്വിഡിറ്റി എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഈ ഏരിയത്തെ ലിക്വിഡിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ഇമ്പൾസീവ് മൂവോ നല്ലൊരു കറക്റ്റീവ് മൂവോ ഉണ്ടായിരിക്കും. നല്ലൊരു ഇമ്പൾസീവ് മൂവിലാണ്. കാരണം ഈ ഒരു ക്യാൻഡിൽ, എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ കാണുമ്പോൾ, അതായത് നമ്മളിപ്പോൾ വരച്ച ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ബ്രേക്കർ ബ്ലോക്ക് ആക്കി വരച്ച ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും ഈ ഒരു റെഡ് ക്യാൻഡിലും കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു എൻഗൾഫിംഗ് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് നേരെ അടുത്ത ക്യാൻഡിൽ നേരെ താഴേക്ക് വരുന്നുള്ള മൈൻഡിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ SL ഇതിന്റെ മുകളിലുണ്ടാവും. അത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് നടത്തുന്നത്. ഓക്കെ, എപ്പോഴും നല്ലൊരു ഇമ്പൾസീവ് മൂവ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി എടുത്ത് വരണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം.
കണ്ടോ? ഇപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഇവിടുന്ന് ഇങ്ങനെ ബ്രേക്കർ ബ്ലോക്ക് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ടാപ്പ് ചെയ്ത് പോകുന്നു വിചാരിക്കാൻ പാടില്ല. ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡാണ് ഫോം ആവുന്നത്. കണ്ടോ? അത് താഴേക്കുള്ള ട്രെൻഡാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തുണ്ടാവും? നേരെ താഴേക്ക് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണിക്കുക, അല്ലേ? അപ്പൊ ആ ഒരു ട്രെൻഡിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. മേ ബി മുകളിലേക്ക് പോകണ്ട, ഞാനിങ്ങനെ പറയുന്നത് മാത്രം നോക്കണ്ട. ഓക്കെ, ഇപ്പൊ ഈ ശരിക്കും ട്രെൻഡിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഈ ലോ എടുത്താലായിരിക്കും മാർക്കറ്റിന് നല്ലൊരു മൂവ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഈ ലോയില് ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇന്ന് വരാം, ചിലപ്പോൾ നാളെ വരാം. എന്തായാലും ഈ ലോയില് എന്താണ് ഹൈ ലിക്വിഡിറ്റി എടുക്കുന്നുള്ളതുകൊണ്ട് മാർക്കറ്റിന് ഒന്നെടുത്തേ പറ്റൂ. ആണോ? പക്ഷെ പിറ്റൂസാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്താണ്? ഹൈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ് ട്രെൻഡിലേക്കുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് കാണുകയാണെങ്കിൽ നമുക്കത് നോക്കി നോക്കാം കേട്ടോ. ഇവിടെയും ലോ എടുക്കാണ്ടാണ് പോയിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പൊ എന്തുണ്ടായിരുന്നു മക്കളെ? ഇവിടെ ട്രെൻഡ് ആണ്. അത് ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ലേ? ഇല്ല, സ്വീപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഡബിൾ ബോട്ടാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ബോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനുള്ള സെനാരി കാണിക്കുള്ളൂ. പിന്നെ ഇത് ഇവിടെ അടിപൊളി സംഭവം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് വരയ്ക്കാം. കണ്ടോ? നല്ലൊരു ട്രെൻഡ് ഇവിടെ ഫോം ആയിട്ടുണ്ട്, അല്ലേ? നല്ലൊരു ട്രെൻഡ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് റൺ ചെയ്യാണ്. ഓക്കെ, ഓക്കെ. ഇപ്പൊ ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഡബിൾ ബോട്ട് എന്ത് ചെയ്തു? വന്നിട്ട് സ്വീപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ കാണിക്കുന്ന സെനാരിയോ എന്താണ് മക്കളെ? ഓക്കെ, നിങ്ങൾ വായിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ, ഈ ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് എന്താണ് പതുക്കെ പതുക്കെ കളിച്ച് വന്നിട്ട് തിരിച്ചു പോകും എന്നുള്ള ഇതിലാണ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്. അതായത് മുകളിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവാം. പക്ഷെ ശരിക്കും നമ്മളിന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ട്രെൻഡ് ശരിക്കും ഫോം ആയിട്ടുണ്ട്. ശരിക്കും നല്ല ഇതിൽ ടാപ്പ് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡാണ്, അല്ലേ? ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഫേക്ക് ബ്രേക്ക് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഇവിടുന്ന് ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ചു. അവിടുന്ന് നല്ല രീതിയിൽ പ്രഷർ കാണിച്ചു, അല്ലേ? അതിനുശേഷം എന്താണ്? ഇവിടെ 2 ഡബിൾ ബോട്ടം ഉണ്ടായിട്ടുണ്ട്. ആ പ്രഷർ കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ഡബിൾ ബോട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ലോ ഇതിനെടുത്തിട്ടില്ല, തീരെ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും മാർക്കറ്റ് താഴേക്ക് വരുന്നുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുള്ളതാണ് കേട്ടോ. അതൊന്നും എനിക്കിത് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനത് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ. ഓക്കെ, ഇതെങ്ങനെ എടുക്കണം, എങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഈ ഐഡിയ തന്നെയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങളത് നോക്കി നോക്കി പഠിച്ചാൽ മതി. റെഡിയോ? ഓക്കെ, ഇതിപ്പോ നോക്കിയേ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നോക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കി, താഴേക്ക് ഇപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭയങ്കര ഇതെന്നല്ല പറയണത്. ഇവിടെ നല്ലൊരു മൂവ്മെന്റ് തന്നല്ലേ? ഈ ഒരു ഏരിയ വരെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും മറ്റൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണ നല്ലൊരു കറക്റ്റീവ് മൂവോ ഇമ്പൾസീവ് മൂവോ ആയിരിക്കും. ഇവിടെ നല്ലൊരു കറക്റ്റീവ് മൂവ് ഇല്ലേ? ഉണ്ടോ? ഈ സിംഗിൾ ക്യാൻഡിൽ വരുന്നത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാനാണ്. അതാദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചാർട്ടിനെ വായിക്കാൻ പഠിച്ച തന്നെ നിങ്ങളൊരു കോഴ്സ് കൊടുക്കണ്ട. ഓക്കെ, എൻ്റെ നല്ല ആരെയും കോഴ്സ് എടുക്കണ്ട. ചാർട്ടിന് സമാധാനപൂർവ്വം ഒരു 2 വർഷം മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും. സത്യമാണ് പറയണത്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടും. ഇനി എന്ത് ഇതാക്കിയിട്ടും നിങ്ങൾക്ക് ടൈം ഇല്ല, പഠിക്കാൻ പറ്റണമെങ്കിൽ മാത്രം കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. എൻ്റെ അല്ല, ആരെങ്കിലും ഒക്കെ. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എന്ത് ചെയ്തു മക്കളെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ശേഷം മാർക്കറ്റ് എന്താണ് കാണിക്കുന്നത്? ഇനി ഈ ഒരു ഏരിയ, ഈ ലാസ്റ്റ് ഹൈ കട്ട് ചെയ്താലാണ് മാർക്കറ്റിന് ആ ഒരു ഇത് മാറുള്ളൂ. ഓക്കെ, ഇതല്ല കേട്ടോ, ഈ ഹൈ കട്ട് ചെയ്യണം. ഓക്കെ, ഈ ഹൈ കട്ട് ചെയ്താലാണ് മാർക്കറ്റിന് ഷിഫ്റ്റ് വരുള്ളൂ. കാരണം എന്താണ്, ഇവിടെ നിന്നാണല്ലോ ഈ ഒരു ലോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ഹൈ ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ ലോ കട്ട് ചെയ്തത് അല്ലേ. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കട്ട് ചെയ്താലാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി എൻ്റെ വ്യൂ കണ്ടിരുന്നു, കണ്ടില്ലേ? ഇവിടെ കട്ട് ചെയ്തു അല്ലേ. ഓക്കെ, ഈ കട്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഒരു പ്രാവശ്യം ബാർ ഇട്ടുതരാം. ഓക്കെ, ഈ കട്ട് ചെയ്തതിന് ശേഷം എന്താണ് നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇവിടെ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ആരെ എടുക്കാൻ പറ്റുക? നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. നമുക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ, അതായത് ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ ക്യാൻഡിലിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യും, അവിടെ മെയിനായിട്ട് നിൽക്കുന്ന ക്യാൻഡിലുകൾ ഏതാണെന്ന് നോക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുക, കുറച്ച് ടൈം ഫ്രെയിം കൂട്ടിയിടാം. ഓക്കെ, അവിടെ ഡൊമിനേറ്റ് നിൽക്കുന്നത് ഏതാണ്? ഈ റെഡ് ക്യാൻഡിലല്ലേ. ഈ റെഡ് ക്യാൻഡിൽ മദർ ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ക്യാൻഡിൽ വന്നില്ലേ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുത്തുകൂടെ നമുക്ക്? ഓക്കെ, അത് നമ്മൾ കൂട്ടി വരയ്ക്കുകയാണ് കേട്ടോ, ബ്രേക്കർ ബ്ലോക്ക് ആക്കിയിട്ട്. ഇതിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ട്രേഡിങ് അങ്ങനെയാണ്, നിങ്ങൾ ആ ഒരു മൈൻഡിൽ തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്ലീൻ ആയിട്ട് വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്, നല്ല ലിക്വിഡിറ്റി സ്വീപ്പിങ്ങും ഇവിടെയും നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ല വാല്യൂ, ഇതൊക്കെ കണ്ട് നിങ്ങൾ പിടിക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു തരാനേ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 50% വരുമ്പോൾ എന്ത് ചെയ്യാം, ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തൂടെ. ഈ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും? നമുക്ക് ജസ്റ്റ് ഇതിന്റെ തൊട്ടടിയിലൊക്കെ ആയിട്ട് വെക്കാം. അതായത് ഈ ലോയുടെ നേരെ അടിയിൽ വെക്കരുത്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു പൊടി ഇറക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് എസ് എൽ അടിക്കുകയാണെങ്കിൽ അടിച്ചു പോക്കോട്ടെ കേട്ടോ, അത് വിഷയമല്ല. ടാർജറ്റ് എപ്പോഴും എങ്ങനെ വെക്കും മക്കളെ? ടാർജറ്റ് എങ്ങനെ വെക്കുക? ഇപ്പോൾ മാർക്കറ്റ് ഈ ലോയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ഒരു ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് മാർക്കറ്റ് പോയില്ലേ, ആ ഒരു ഏരിയ ആണ് അത്. സോറി കേട്ടോ, ഒരു മിനിറ്റ്, ഇവിടെ വേറെ സംഭവം നടന്നുണ്ട്, അതാണ് ടൈം ഫ്രെയിം ഞാൻ ഷിഫ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഒരു 1 മിനിറ്റ് ഇട്ടു നിൽക്കുക. ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇംബാലൻസ് കളക്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, വരും, താഴേക്ക് വരും. അപ്പോൾ നമ്മൾ എങ്ങനെ ടാർജറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നടന്ന നല്ലൊരു ഇമ്പൾസീവ് മൂവ് ഉണ്ടല്ലോ, ഇവിടെ നിന്നല്ലേ നടന്നത്, ആ ഒരു ഏരിയ തൊട്ട് ആ ഒരു ഇമ്പൾസീവ് മൂവിൻ്റെ ഹൈ വരെ വരച്ചിടാം. ഓക്കെ, എന്നിട്ട് ഇതേ സാധനം തന്നെയായിരിക്കണം എന്ത് മക്കളെ, 110 എന്നാണ് കണ്ടേട്ടോ അവിടെ. നമ്മളത് ഇതിൻ്റെ 50% 110 എന്നുള്ള ആ ലെവലിലേക്ക് വരച്ചിടാം അല്ലേ, ഈ ഒരു ലെവലിലേക്ക് വരച്ചിടാം. എന്നിട്ട് എന്ത് ചെയ്യാം, ടാർജറ്റ് അവിടെ കൊണ്ടുവയ്ക്കുക. സോറി, ഇപ്പോഴൊക്കെയാണ് ഉറക്കം തന്നെ, കൊണ്ടുവയ്ക്കുക കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറെ കാര്യം കാണിക്കുന്നത് എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് കണ്ടോ, ഈ ഒരു ക്യാൻഡലിൻ്റെ ആ ഒരു ഏരിയയിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഡബിൾ ടോപ്പം വന്നിട്ടുണ്ട് അല്ലേ, നൈസ് ഡബിൾ ടോപ്പം വന്നിട്ടുണ്ടല്ലോ. അപ്പം നല്ല അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ അത്. ഓക്കെ, ഇനി മാർക്കറ്റ് എന്താ കാണിക്കുന്നു നോക്കിയേ കണ്ടോ. ഞാൻ ആ ടാർജറ്റ് വെച്ചത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ ടാർജറ്റ് നല്ല ഒരു മൂവ്മെന്റിൽ വന്നിട്ട് ടാപ്പ് ചെയ്ത് പോയിട്ടില്ലേ. ഓക്കെ, ഇങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്ക്, വാലിഡ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ഇംബാലൻസിന്റെ ഉള്ളിൽ കൂടെയാണ് എന്ത് പോയിട്ടുള്ളത്, ബ്രേക്കർ ബ്ലോക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്നുണ്ട് വീഡിയോ, അതായത് 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അല്ലെ, അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുക. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്തൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും. ഓക്കെ, നല്ല ട്രേഡർ ആവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ മെനക്കേടുണ്ട്, കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുക തന്നെ വേണം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഫ്രീഡം നിങ്ങളുടെ ലൈഫിൽ കിട്ടും. ഓക്കെ, പിന്നെ കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ടൈം ഇല്ല, എനിക്ക് പെട്ടെന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ടൈം കളയാനില്ല, 2 വർഷം 3 വർഷം ഇതിൻ്റെ പുറകിൽ ഇരിക്കാൻ പറ്റും, ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം
എൻ്റെ കോഴ്സ് എടുത്ത് പഠിക്കുക കേട്ടോ. ഞാൻ ഇതിൽ താഴെ നമ്പർ കൊടുക്കാം, അതിനെ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫീ വരുന്നത് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. ഫീ വരുന്നത് 5K ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ നെക്സ്റ്റ് ഇപ്പോൾ ഒരു ബാച്ച് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫീ കൂട്ടാനുള്ളൊരു ശ്രമം നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫീ തരാൻ പറ്റുമെങ്കിൽ മാത്രം ആൾക്കാർ പഠിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, മേ ബി കൂട്ടുള്ളൂ. അതുപോലെ തന്നെ കുറഞ്ഞത് 30K ക്യാപിറ്റൽ വേണം. ഓക്കെ, എന്നാലാണ് ഒരു ലോട്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. അതായത് 10,000 ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ 30K ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ പ്രകാരമൊക്കെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മന്ത് എൻഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാവാത്തത് എഴുതി വെച്ച് റിവൈൻഡ് അടിച്ചിട്ടൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.